മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട അന്യോന്യം ബന്ധങ്ങളിലെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലെ ചില തത്വങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അടുത്ത ഒരു 3-4 എപ്പിസോഡ് ഈ തത്വങ്ങളെക്കുറിച്ചാണ്. ഈ തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ഈ കോൺഫ്ലിക്റ്റുകളിൽ നിന്നൊക്കെ പലതും നമ്മൾ ഒഴിവാകും. ഇതെല്ലാം തന്നെ അതിനെ ഉദ്ദേശിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. ഇന്ന് കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അന്യോന്യം സ്നേഹിക്കാതെ അസൂയ, ദേഷ്യം, കോപം, സ്വാർത്ഥത, ഇറിറ്റേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യർക്കും ഉള്ളതാണ്. ഇത് അന്യോന്യം എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ഭാര്യ-ഭർത്തൃ ബന്ധത്തിലെ വിള്ളൽ വന്ന് ഇരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ക്രിസ്തീയ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡൈവേഴ്സ് ബൈബിൾ പ്രകാരം തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡൈവേഴ്സ് ചെയ്യാതെ ഒരു കൂരയ്ക്ക് കീഴിൽ തന്നെ അടക്കിപ്പിടിച്ച് സഹിച്ച് ക്ഷമിച്ച് അന്യോന്യം മിണ്ടാതെ സ്നേഹമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, പലയിടത്തും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അങ്ങനെ ജീവിക്കാനായിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ലോകപരമായിട്ട് പറഞ്ഞാൽ അങ്ങനെ എന്തിനാണ് ജീവിക്കുന്നത്, ഒരു ഡൈവേഴ്സ് അങ്ങ് വാങ്ങിച്ചാൽ പോരെ എന്ന് നമ്മൾ പറയും. എന്നാൽ അതും ദൈവവചനത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും അടക്കി പിടിച്ച് ജീവിച്ചോളാം എന്നുള്ളതല്ല. നമ്മൾ ഇതിൽ നിന്നെല്ലാം പുറത്ത് വരാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിലെ വചനവും ഉണ്ട്, അതിനുള്ള കാര്യങ്ങളും ഉണ്ട്. നമ്മളത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് പുറത്ത് വരാനായിട്ട് പറ്റും. നമ്മുടെ ഈ ഫാമിലി സീരീസിൻ്റെ ഉദ്ദേശം തന്നെ ഓരോ ദിവസവും കേരളത്തിലെ കോടതികളിൽ വരുന്ന 4600-ൽ പരമുള്ള ഡൈവേഴ്സ് കേസസുകൾ കുടുംബ കോടതിയിൽ വരുന്ന ഒഴിവായി പോകുക എന്നുള്ളൊരു ഉദ്ദേശം ഇതിനകത്തുണ്ട്. ഇതിനകത്ത് തന്നെ കൂടുതലും ക്രിസ്ത്യൻസിൻ്റെയാണ് വരുന്നത്. ക്രിസ്തീയ സമൂഹത്തിൽ നിന്നും വേർപെട്ട സഭകളിൽ നിന്നും ഈവൻ അല്ലാതെ ഡിനോമിനേഷനിൽ നിന്നും അച്ഛന്മാരുടെ വരെ പ്രീസ്റ്റിൻ്റെ വരെ ഡൈവേഴ്സ് കേസസ് വന്നിട്ടുണ്ട്. അത് നമ്മളിത് പഠിപ്പിക്കുന്ന ആളുടെ വരെ ഡൈവേഴ്സ് കേസ് വന്നിരിക്കുന്നത് പറയുമ്പോൾ ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആശ്ചര്യത്തോട് നോക്കേണ്ട ഒരു സമയമായിരിക്കും. പ്രത്യേകിച്ചും ഞാൻ ആ ഡൈവേഴ്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് ഇപ്പം പോകുന്നില്ല. അതിൽ നോക്കുമ്പോഴേ കാണുന്ന ഇപ്പോൾ ഏറ്റവും അടുത്ത കാലങ്ങളിലായിട്ട് വർക്കിംഗ് വൈഫ്സും അതുപോലെ തന്നെ IT ഫീൽഡിലുള്ളവരുമാണ് കൂടുതലും ഡൈവേഴ്സിനകത്തേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ആ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് തന്നെ കൂടുതലും ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുമാണ് ഉള്ളത്. പലരും സപ്രസ് ചെയ്ത്, അതുകൂടാതെ തന്നെ അനേകം ആളുകൾ ജീവിതത്തെ സപ്രസ് ചെയ്തിരിക്കുകയാണ്. കാരണം എല്ലാ മനുഷ്യരിലും ഈ ആദാമ്യ സ്വഭാവമുണ്ട്. രക്ഷിക്കപ്പെട്ടാലും മാറത്തില്ല ഒന്നും. നേരത്തെ പറഞ്ഞു, രക്ഷിക്കപ്പെടുമ്പോൾ ആത്മാവ് രക്ഷിക്കപ്പെടുന്നു, അതനുസരിച്ച് അവരുടെ മനസ്സും ശരീരവും രൂപാന്തരപ്പെടുവാനായിട്ട് നമ്മൾ ഇരുന്നില്ലെങ്കിൽ നമ്മൾ ആ പഴയ സ്വഭാവത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പലരും ബാക്ക് സ്ലൈഡ് ചെയ്ത് തന്നെ വിട്ടുപോകുന്നത്. അതുകൊണ്ട് ഈ സ്വഭാവത്തിൽ നിന്ന്, ആദാമ്യ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി അനുദിന പ്രവൃത്തികൾ എങ്ങനെ മുന്നോട്ട് പോകണം, ഇത് ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങൾ മാത്രമല്ല മറ്റുള്ള ബന്ധങ്ങളിലും ഇത് പ്രാവർത്തികമാക്കേണ്ടതാണ്. കുറിവാക്യമായിട്ട് റോമൻസ് 15:7, റോമർ 15:7 വാക്യം വായിക്കുക. ഇതെല്ലാവർക്കും വേണ്ടിയുള്ളൊരു വാക്യമാണ്. അതിലെഴുതിയിരിക്കുന്ന ഇതാണ്: അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവിൻ. ഇത് എല്ലാവരെക്കൊണ്ടും ജനറലായിട്ട് പറയുന്നതാണ്. ഞാൻ റോമൻസിൻ്റെ ഒരു സ്റ്റഡി നേരത്തെ നടത്തിയിട്ടുണ്ട്. ഇതിൽ പറയുന്ന കാര്യം, അത് ആ ലേഖനം എഴുതാൻ തന്നെ ഉള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു. യഹൂദ ക്രിസ്ത്യാനികൾ, ജെൻഡയൽ ക്രിസ്ത്യാനികൾ യഹൂദരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. താൽക്കാല സമയത്ത് യഹൂദന്മാർ അവിടെ നിന്ന് വിട്ടുപോകണമെന്ന് ക്ലൗദ്യോസ് പറഞ്ഞിട്ട് അവർ തിരിച്ചു വന്ന സമയത്ത് ആ സഭയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. യഹൂദന്മാരെല്ലാവരും ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, ഇപ്പം ഞങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് അന്യോന്യം ഉള്ളൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ വന്നപ്പോൾ പൗലോസ് പ്രത്യേകം എഴുതുന്നൊരു കാര്യമാണ്, ഇത് നിങ്ങൾ അന്യോന്യം ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങൾ ഈ അന്യോന്യം കൈക്കൊള്ളുക, ആക്സെപ്റ്റ് ഒന്നനത. ഇത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്രിൻസിപ്പിൾ ഇൻ ഫാമിലി ലൈഫ്. എല്ലായിടും ഉള്ളതാണ്.
ഇറ്റ്സ് എ ഫാമിലി ലൈഫിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ്. കല്യാണ സമയത്ത് എന്താ ചെയ്യുന്നത്? രണ്ടുപേരും കൂടി അക്സെപ്റ്റ് ചെയ്യുകയാണ്. അത് ഹൃദയത്തിൽ സ്വീകരിക്കുന്ന കാര്യമാണ് ഈ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ ആളിനെ കാണിക്കാൻ വേണ്ടിയുള്ളതല്ല, ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഹൃദയത്തിലുള്ള സ്നേഹവും അക്സെപ്റ്റൻസും ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അത് പ്രത്യേകം മറന്നു, ഹൃദയം കൊണ്ട് സ്വീകരിക്കുക. അല്ലാതെ നേരത്തെ കുറേ റോൾസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇപ്പം കൊച്ചിനെ പാല് വാങ്ങുക, സ്കൂളിൽ വിടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭർത്താവ് ചെയ്യുക എന്നതിനൊക്കെ ഉപരിയായിട്ട് ഭർത്താവിന് പോകാൻ പറ്റുമായിരിക്കും, അതുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതല്ല. എന്നാൽ അതിനൊക്കെ ഉപരിയായിട്ട് അന്യോന്യമുള്ള സ്നേഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുക, ഒരാളുടെ കുറവ് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അയാൾക്ക് തന്നെ കുറവുണ്ട്. നേരത്തെ അതെല്ലാം സംസാരിച്ചിട്ടാണ് ഒരുപാട് ക്യാരി ഫോർവേഡ്സും ഉണ്ട്. ഓരോ കുടുംബത്തിൽ നിന്നുള്ള പല കാര്യങ്ങളുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു മനുഷ്യനും ഒരുപോലെയല്ല. അതിൽ ഒരുപാട് ഹിഡൻ ഫാൾസുകൾ ഉണ്ടാവും. ഹൃദയത്തിൽ അത് സ്വീകരിക്കുക. ഇപ്പം കല്യാണത്തിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവത്തില്ല. അതൊക്കെ തെറ്റാണ്. ആ സമയത്തെല്ലാം കല്യാണത്തിൻ്റെ സമയത്ത് അതിന് മുമ്പ് തന്നെ അത് പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ട് കല്യാണത്തിലേക്ക് പ്രവേശിക്കാവും. കല്യാണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നടക്കാത്തത് കൊണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിനെ ഭാര്യയെയും വേണ്ട രീതിയിൽ ഹൃദയത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അവർ ഒരുമിച്ചുള്ള ജീവിതത്തിൽ അത് പിന്നെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അക്സെപ്റ്റൻസ് ഷാൽ നെവർ ഡിപ്പെൻഡ്സ് ഓൺ പെർഫോമൻസ് നോക്കിയല്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഷോർട്ട് കമ്മിങ്സ് ഉണ്ടാവും, ഒരുപാട് ഷോർട്ട് കമ്മിങ്സ് ഉണ്ടാവും. എല്ലാ മനുഷ്യർക്കും കുറവുകളുണ്ട്. ഈ കുറവുകളെ മനസ്സിലാക്കി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. ക്രിസ്തു എങ്ങനെയാണ് നമ്മളെ സ്വീകരിച്ചത്? നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെയാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. എല്ലാ കുറവുകളും ഏറ്റെടുത്ത് നിങ്ങൾക്കും എനിക്കും വേണ്ടി അടികൊണ്ടു തുപ്പേറ്റു, അവനെ ഹീൽ ചെയ്തു, മുഴുവനായിട്ട് ഡെസ്പൈസ് ചെയ്തു, അവനെ മുഴുവനായിട്ട് ഇല്ലാതെയാക്കി കളഞ്ഞു. ജനത്തിൻ്റെ നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനത്തിൻ്റെ നിന്ന, സകല ജനത്തിൻ്റെയും നിന്ന അവൻ ഏറ്റെടുത്തു. അങ്ങനെയാണ് ക്രിസ്തു മനുഷ്യരെ അക്സെപ്റ്റ് ചെയ്തത്. ആയിരിക്കുന്ന സിറ്റുവേഷനിലല്ല. ഞാനൊരു കഥ ഒരിക്കലിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു സംവിധായകൻ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് ഒരാളിനെ തിരഞ്ഞിങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു താടിയും മീശയും ഒക്കെ വളർത്തി ഒരാൾ ആ റോഡ് സൈഡിൽ ഇരിക്കുന്ന കണ്ടിട്ട് ഈ മനുഷ്യനെ കണ്ടിട്ട് ഇവൻ കൊള്ളാം, എൻ്റെ കഥാപാത്രത്തിന് കൊള്ളാം എന്ന് മനസ്സിലാക്കിയിട്ട് ഈ സംവിധായകൻ എന്നോട് പറഞ്ഞു, നീ ഇന്നാരെ അറിയുമോ? സംവിധായകൻ്റെ പേര് അറിയാം, അയാൾ നല്ലൊരു മനുഷ്യനാണല്ലോ, വ്യക്തിയാണല്ലോ, അതിൽ നിന്നെ അയാളൊരു സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, നാളെ രാവിലെ നീ അവിടെ വരണം എന്ന് പറഞ്ഞു. അതൊരു ഇത് കേട്ടാതെ അവൻ സന്തോഷമായി. അവന് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചില്ല, വല്ലതും കാശ് തടയുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അവൻ നേരെ പോയി ബാർബർ ഷോപ്പിൽ പോയി അവനെ നല്ല തലമുടിയൊക്കെ വെട്ടി ഷേവ് ചെയ്ത് നല്ല നീറ്റായി കുളിച്ച് പിറ്റേന്ന് രാവിലെ എവിടുന്നൊക്കെ ഒരു വസ്ത്രം കടം വാങ്ങിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം തലേ ദിവസം കണ്ട ഒരു വ്യക്തിയല്ല അവിടെ വരുന്നത്. ഒരു ഒത്തിരി വ്യത്യാസപ്പെട്ടാ വന്നത്. അവിടെ ചെന്നതിന് പറഞ്ഞു, ഞാൻ നിന്നെയല്ലല്ലോ വിളിച്ചത്, ഞാനാണല്ലോ ഇന്നലെ സാർ എന്നെയല്ലേ ഒന്ന് വിളിച്ചത് എന്ന് പറഞ്ഞു. അല്ല, നിന്നെയല്ല വിളിച്ചത്, അത് നീ ഇന്നലത്തെ ഈ വേഷത്തിലല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ആ വേഷത്തിൽ മാറിയതുകൊണ്ട് അവൻ്റെ റോള് പിന്നെ അവിടെ ഇല്ല. കാരണം ആ വേഷത്തിലായിരുന്നു അവനെ അവിടെ വേണ്ടത് എന്ന ഒരു കഥ കേട്ടിരിക്കുന്ന പോലെ നമ്മൾ ഏത് സിറ്റുവേഷനിലായിരിക്കുന്നു ആ സിറ്റുവേഷനിലാണ് ദൈവം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നത്. മുടിയൻ പുത്രൻ്റെ കഥ നമുക്കറിയാം, ഉപമ നമുക്കറിയാം. മുടിയൻ പുത്രൻ തെറ്റിപ്പോയി, അപ്പനിൽ നിന്ന് തെറ്റിപ്പോയി, അവന് വേറൊരിടത്തേക്ക് പോയി കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? അവന് തിരിച്ചറിവ് വന്നു, അവൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ അരിക്ക് വന്നപ്പം പറഞ്ഞു, അപ്പൻ നീ വൃത്തികെട്ട ആളുകളുടെ ഇടയിലൊക്കെ നടന്നുകൊണ്ടിരുന്നത്, അതുകൊണ്ട് നീ ഒരു കാര്യം പോയി കുളിച്ച് റെഡിയായി വന്ന് നിന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം എന്നാണ് പറഞ്ഞത്. അല്ല, ഓടി വന്നപ്പോൾ തന്നെ അപ്പനെ അവൻ കെട്ടിപ്പിടിക്കുകയാണ്. അതുപോലെ അപ്പനും അവനെ കെട്ടിപ്പിടിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് നിൻ്റെ ഉടുപ്പൊക്കെ മാറ്റി നീ കുളിച്ച് വാ എന്നൊന്നും അപ്പൻ പറഞ്ഞില്ല. അതിന് കർത്താവ് നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളെ സ്നേഹിച്ചു എങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടത് വേറൊരാളുടെ കുറവ് മനസ്സിലാക്കിയാണ് സ്നേഹിക്കുന്നത്. അയാൾ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടല്ല സ്നേഹിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കല്യാണത്തിൻ്റെ സമയത്ത് ഈ കുറവുകളൊന്നും നമുക്ക് അറിയത്തില്ല. ഭാര്യയുടെ കുറവ് അറിയത്തില്ല, ഭർത്താവിൻ്റെ കുറവ് അറിയത്തില്ല. കുറച്ച് നാൾ ജീവിക്കുമ്പോഴാണ് ഭാര്യയുടെ സ്വഭാവത്തിൽ ഇന്ന ചില
വൈകല്യങ്ങളുണ്ട്, ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെ ചില ഡീവിയേഷൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാവുന്നത്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ കുറവ് ഓർത്തിട്ട് അത് നമ്മൾ ആ കുറവുകളെ ഓവർകം ചെയ്യാനായിട്ട് രണ്ടുപേരും കൂടി പ്രവർത്തിക്കുകയാണ് ആവശ്യം. അല്ലാതെ ആ കുറവ് കണ്ടു അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്നുള്ളതല്ല. അതുകൊണ്ട് അക്സെപ്റ്റൻസ് ഷാൽ നെവർ ഡിപ്പെൻഡ്സ് ഓൺ ദ പെർഫോമൻസ്. നമ്മുടെ പെർഫോമൻസ് നോക്കിയല്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അക്സെപ്റ്റ് വൺ അനദർ ആസ് ക്രൈസ്റ്റ് അക്സെപ്റ്റഡ് അസ്. യേശുക്രിസ്തു നമ്മളെ സ്വീകരിച്ചതുപോലെ നമ്മൾ സ്വീകരിക്കണം. ഇപ്പം ഭർത്താവ് മുൻകോപിയാണ്, പെട്ടെന്ന് പറയുമ്പോൾ ഷോർട്ട് ടെമ്പേർഡാണ്. എൻ്റെ ഭാര്യ പറയുക, നിൻ്റെ ഷോർട്ട് ടെമ്പേർഡ് കൊണ്ട് എനിക്ക് നിന്നെ സ്വീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതല്ല. മുൻകോപം തീർത്തിട്ടില്ല, ആ കോപത്തോടുകൂടി സ്വീകരിക്കുക. സ്വീകരിച്ചിട്ട് അതാണ് ആ ഓൾ ഹാർട്ടഡ്നെസ് വരുന്നത്. അങ്ങനെ സ്നേഹിക്കാനായിട്ട് നമ്മൾ പഠിക്കുക. അങ്ങനെ സ്നേഹിക്കുമ്പോഴേ ആ ബാക്കിയുള്ള പൂരിപ്പിക്കാനുള്ളതൊക്കെ ദൈവം നമുക്ക് സഹായിക്കും പൂരിപ്പിക്കാനായിട്ട്. ആ കുറവുകളൊക്കെ മാറ്റിത്തരും. കാരണം നമ്മുടെ ഹൃദയം ദൈവം കാണുന്നുണ്ട്. അതനുസരിച്ച് അവിടെ ഒരു റിഫർമേഷൻ രണ്ടുപേരുടെയും ജീവിതത്തിലുണ്ടാവും. അല്ലാതെ അവിടെ നിന്ന് മാറി മാറി നിന്ന് എനിക്ക് വേണ്ട, മാറി നിന്നിട്ട് അല്ലെങ്കിൽ എനിക്ക് അൺഫോർഗീവ് ചെയ്യാൻ വയ്യ, എനിക്ക് ഫോർഗീവ് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് മാറി നിന്നിട്ട് വിഷമിച്ചിരിക്കുകയോ അല്ലെങ്കിൽ സ്നേഹം പ്രദർശിപ്പിക്കാതിരിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്യുകയല്ല. അക്സെപ്റ്റ് വൺ അനദർ എന്ന് പറയുന്ന ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ്. കഴിഞ്ഞ ഒരു ദിവസം ഒരു കൗൺസിലറുമായിട്ട് സംസാരിക്കുമ്പോൾ ആ കൗൺസിലർ പറഞ്ഞ കാര്യമാണ്, ഇതേ ഇറിറ്റേഷൻ ഭാര്യ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്ത് പറഞ്ഞാലും ഇങ്ങനെ പറയുന്നതിന് എഗൻസ്റ്റായിട്ട് തറുതല പറയും. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളിനെ അടിച്ചിരുത്താനുള്ള കഴിവ് ഭാര്യയ്ക്ക് പ്രത്യേകിച്ചുണ്ട്. അതുകൊണ്ട് ഭർത്താവെന്നൊന്നുമല്ല, ആരായാലും പുള്ളിക്കാരി പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്ത് പറഞ്ഞാലും പുള്ളിക്കാരി തിരിച്ചിങ്ങനെ അടിച്ചിരുത്തുന്നൊരു സ്വഭാവമുണ്ട്. ഒരു ഭർത്താവ് പറയുക, ഇങ്ങനൊരു ഭാര്യയോട് എങ്ങനെയാണ് ഞാൻ താമസിക്കുന്നത്, എന്ത് പറഞ്ഞാലും അവൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല, എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് ഞാൻ സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ അവൾ മിണ്ടത്തില്ല. എന്ന് വെച്ചാൽ അവൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് ഞാൻ പറഞ്ഞാൽ അവൾ പിന്നെ പ്രശ്നം ഉണ്ടാക്കത്തില്ല. അതിന് ആരാണോ അവിടെ വലുത്, അവളാണോ വലുത്, ഞാനാണോ വലുത്, ഇതാണ് ഇഷ്യൂ, ആ ഫാമിലിയിൽ ഇഷ്യൂ. നമ്മളിപ്പോൾ ഈ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് ഇഷ്യൂസ് വരും, ഫാമിലി ഇഷ്യൂസ് വരും. അത് നേരത്തെ ഞാൻ പറഞ്ഞു, ഫാമിലി ഇഷ്യൂസിനെ കുറിച്ച് കുറേ പറയാനുണ്ട്. ഇത് എങ്ങനെയാണ് ഇത് ഒന്ന് ശരിയാക്കിയെടുക്കുന്നത്? ഞാൻ പറയുന്നത് അവൾ കേൾക്കത്തില്ല, അതാണ് ഭർത്താവിൻ്റെ ഡിമാൻഡ്. ഭാര്യ പറയുന്നത് എന്താണ്? ഭർത്താവ് പറയുന്നില്ല, ഫൂളിഷാണ്, അതുകൊണ്ട് ഭർത്താവ് പറയുന്ന ഒന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സിമ്പിൾ കാര്യങ്ങളാണ്. ഭർത്താവ് പറയുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഭർത്താവ് പറയുന്നില്ല, ഫൂളിഷ്നെസ്സാണ്, അയാൾക്ക് വിദ്യാഭ്യാസമൊക്കെ കുറവാണ്, അതുകൊണ്ട് അയാൾ പറയുന്നതൊക്കെ ഫൂളിഷ്നെസ്സാണ്. അയാൾ വാ തുറന്നാൽ ഫൂളിഷായിട്ടുള്ള കാര്യം പറയണം. എന്നാൽ എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് കാര്യങ്ങളറിയാം, ഞാൻ കാര്യങ്ങൾ പറയുന്ന പുള്ളി അക്സെപ്റ്റ് ചെയ്യത്തില്ല, അതുകൊണ്ട് പുള്ളിക്ക് തോന്നുകയാണ് ഞാൻ അടിച്ചിരുത്തുകയാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു കോൺഫ്ലിക്റ്റ് വരികയാണ്. അതിന് അന്യോന്യം സ്നേഹിക്കാനായിട്ട് പറ്റാത്തൊരു സ്റ്റേജിലാണ് ഇവിടെ വരുന്നത്. ഇവിടെ എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു പ്രോബ്ലം സെറ്റിൽ ചെയ്യുക? ഒരിക്കലും രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുക, അടുക്കത്തില്ല. പക്ഷേ വീട്ടിലെ കാര്യങ്ങളെല്ലാം വീട്ടിൽ നടക്കുന്നുണ്ട്, ഇത് വേറെ ആർക്കും അറിയത്തുമില്ല. എന്നാൽ അവർ തമ്മിൽ കട്ടിലേ കിടക്കുകയാണെങ്കിൽ രണ്ടുപേരും രണ്ടിടത്താണ് കിടക്കുന്നത്. കട്ടിലിൽ തന്നെ അന്യോന്യം ഒരു ഊഷ്മളതയില്ല. അതാണ് അതിൻ്റെ മീനിങ് പറയുന്നത്. അന്യോന്യം ഊഷ്മളതയില്ല, സ്നേഹത്തിനൊരു ഊഷ്മളതയില്ല, തണുത്തിരിക്കുന്ന സ്നേഹം. അന്നേരം എന്താ സംഭവിക്കുന്നത്? നേരത്തെ പറഞ്ഞല്ലോ, ഭാര്യയുടെ റോള് മീറ്റ് ചെയ്തില്ലെങ്കിൽ അയാൾ വേറെ ആരോടെങ്കിലും പോകാനൊക്കെയുള്ള സാധ്യതകൾ അതിൽ നിന്ന് പൊങ്ങി വരും. അതിനുള്ള സാധ്യതയുണ്ട്. ഭാര്യയും പോകാൻ സാധ്യതയുണ്ട്. ഇവനൊരു ഫൂളാണ് എന്ന് പറഞ്ഞ് ഭാര്യയും പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടാണ് അക്സെപ്റ്റിംഗ് വൺ അനദർ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ വരുന്നത്. ഭർത്താവിന് ഇങ്ങനെ കുറവുണ്ട്, ഭർത്താവിന് ചില പോഷത്വം ഉണ്ടായിരിക്കാം, മേ ബി. അന്നേരം അവിടെ ഭാര്യ ചെയ്യേണ്ടത് ഇതാണ്, ഭർത്താവിനെ അതനുസരിച്ച് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ഈഗോ എന്ന് മാറ്റിവെച്ച് ഭാര്യ അവനൊന്ന് സബ്മിറ്റ് ചെയ്തിട്ട് രണ്ടുപേരും നല്ല മൂഡിലിരിക്കുന്ന സമയത്ത് അന്യോന്യം വഴക്കടിക്കാതെ ദൈവവചനപ്രകാരം എന്താണ് ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കി ഡിസ്കസ് ചെയ്യുകയും അന്യോന്യം ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴേ സ്നേഹം വന്ന് ഇത് കവർ ചെയ്ത് ഈ കുറവുകൾ അത് കവർ ചെയ്ത് കളയും. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു.
യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നിട്ട് അവൻ നമ്മളെ സത്യത്തിലും നീതിയിലും വഴി നടത്തുകയും തെറ്റിലേക്ക് അകപ്പെടാതെ കൊണ്ട് നമ്മളെ കാക്കുകയും ചെയ്യും. പൈശാചിക ശക്തിയാണ് ഇത്. നമ്മൾ സാധാരണ ഫെയ്ത്തിനകത്ത് പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കാര്യങ്ങളെ ഡിസ്കസ് ചെയ്ത് അന്യോന്യം സബ്മിറ്റ് ചെയ്യുമ്പോഴേ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുകയും ഭാര്യ ഭർത്താവിനെ കീഴടങ്ങുകയും ചെയ്യുമ്പോഴേ, ഭാര്യ ചിന്തിക്കുക ദൈവത്തിൻ്റെ കൽപ്പനയാണ് ഞാൻ അനുസരിക്കുന്നത്. എന്താണ്? ഭർത്താവിന് കീഴടങ്ങിയിരിക്കുക. അവൻ മൂർഖനായാലും, ഇപ്പം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കാര്യം നമ്മൾ പറയുന്നുണ്ടല്ലോ, ഗവൺമെൻറ് അധമനായാലും മൂർഖനായാലും അതിന് കീഴടങ്ങിയിരിക്കണമെന്ന് പറയുന്ന പോലെ അവൻ എൻ്റെ തലയാണ് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തലയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ പറയുന്നത് തെറ്റാണെങ്കിലും തൽക്കാലം ഒന്ന് കീഴടങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അവനെ ചേഞ്ച് ചെയ്യാനായിട്ട് ഭാര്യയ്ക്ക് സാധ്യമാകും. ഇവിടെയാണ് അക്സെപ്റ്റിംഗ് വൺ അനദർ എന്നുള്ള കാര്യം പറയുന്നത്. നമ്മുടെ ഒറ്റയൊരു പോയിൻ്റാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലെ തത്വം അന്യോന്യം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള, കൈക്കൊള്ളുക എന്നുള്ളൊരു കാര്യം. ഹാവ് യു അക്സെപ്റ്റഡ് യുവർ വൈഫ് ഓർ ഹസ്ബൻഡ് ഓൾ ഹാർട്ടഡ്ലി? ഹൃദയപൂർവ്വമായി, ഹൃദയത്തിലെ സന്തോഷത്തോടുകൂടി ഭാര്യയും ഭർത്താവിനെയും നിങ്ങൾ അന്യോന്യം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ചില ആളുകൾ ഇപ്പോഴും ഹർട്ട് ഫീലിങ്ങിൽ ജീവിക്കുന്നവരുണ്ട്. ഹർട്ട് ഫീലിങ്ങിൽ ഭർത്താവ് മുറിവേൽപ്പിച്ചു അല്ലെങ്കിൽ ഭാര്യ മുറിവേൽപ്പിച്ചു എന്ന് പറഞ്ഞ് ക്രിസ്ത്യനാണ്, ക്ഷമിക്കപ്പെടാൻ വയ്യാതെ ഇരിക്കുന്നവരുണ്ട്. തീർച്ചയായും ഈ ഒരു ചിന്ത നിങ്ങളെ സഹായിക്കും. കാരണം നിങ്ങളുടെ ജീവിതങ്ങളിൽ ഭാര്യയോ ഭർത്താവോ ഏതെങ്കിലും രീതിയിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ശരിയായിരിക്കും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ വൈകിട്ടിരിക്കുമ്പോഴേ ഞാൻ ഈ പ്രസംഗിച്ച കാര്യം ഒന്ന് കേൾപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒന്ന് കേൾക്കുക. കേട്ടിട്ട് രണ്ടുപേരും ഒന്ന് കൈ പിടിക്കുക. കൈ ഇങ്ങനെ പിടിച്ചിട്ട് ദൈവസന്നിധിയിലെ വലത്ത് കൈ ഇടത്ത് കൈയും പിടിച്ചുകൊണ്ട്, കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ കുറവുകൾ മനസ്സിലാക്കിയിട്ട് അത് ഏറ്റുപറയാതെ അന്യോന്യം ക്ഷമിക്കാതിരുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അന്യോന്യം കുറവുകളോടുകൂടി ഹൃദയപൂർവ്വം നിങ്ങളൊന്ന് ഹഗ് ചെയ്യൂ. തീർച്ചയായും ദൈവത്തിൻ്റെ ആത്മാവ് സന്തോഷമൊക്കെ അവിടെ ഒന്ന് നിറയും. ഇതൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു ക്ലാസ്സും കൂടെ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾ അന്യോന്യം ഒന്ന് ഹഗ് ചെയ്തിട്ട് ഇങ്ങനെ കൈ ഒന്ന് പിടിച്ചൊന്ന് ഹഗ് ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ കുറവുകളെല്ലാം മാറി ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. പോഷനാണെന്ന് തോന്നുന്ന ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് വയസ്സാവാനുള്ള, നേരത്തെ പറഞ്ഞ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേ ബന്ധങ്ങളിലെ പ്രാവർത്തികമാക്കേണ്ട കാര്യം അന്യോന്യം ഡിസ്കസ് ചെയ്യണം. അപ്പോഴിവിടെ വയസ്സാക്കാനുള്ള കാര്യങ്ങൾ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കാം. സബ്മിഷനുള്ള കാര്യം ഭാര്യ റിയലൈസ് ചെയ്യുക. അങ്ങനെ വരുമ്പോഴാ സ്നേഹം മാധുര്യമേറുന്നതായിട്ട് കാണും. തീർച്ചയായും ദൈവം നമ്മളെ സഹായിക്കുന്നത് ചിന്ത നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഈ ചിന്തകൾ കർത്താവെ ദൈവസന്നിധിയിൽ ബലപ്പെട്ട് കർത്താവെ ബന്ധങ്ങളെ ഉറപ്പിക്കുന്നതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൗൺസിലിംഗ് ആവശ്യമുള്ളിടത്ത് കൗൺസിലിങ്ങിന് പോകാൻ കർത്താവെ ഇടവരുത്തണമേ. ഏത് രീതിയിലായാലും ദൈവസന്നിധിയിൽ സബ്മിറ്റ് ചെയ്യുന്നവരായിരിക്കാനായിട്ട്, അന്യോന്യം കീഴ്പ്പെടുവാനായിട്ട്, അന്യോന്യം കുറവുകളോർത്ത് അക്സെപ്റ്റ് ചെയ്യുന്നവരായിരിക്കാനായിട്ട് കർത്താവെ സഹായിക്കണമേ. എല്ലാം പെർഫെക്റ്റായ ആരും ലോകത്തിലില്ലല്ലോ. കുറവുകളില്ലാത്ത ആരും തന്നെ ഇല്ല. എല്ലാവർക്കും കുറവുകളുണ്ടല്ലോ കർത്താവെ. അതിനാൽ ഈ കുറവുകൾ മനസ്സിലാക്കി അന്യോന്യം സ്നേഹിപ്പാനും കരുതുവാനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇടവരുത്തണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. വാച്ച് ചെയ്യണം. തുടർമാനമായി നമ്മൾ 6-7 പോയിൻറ്റുകളുണ്ട്. ഒരെണ്ണേ പറഞ്ഞുള്ളൂ. നമ്മുടെ പ്രിൻസിപ്പിൾസ്, തത്വങ്ങളാണ് ഈ പറയുന്നത്. ഇത് കോൺഫ്ലിക്റ്റുകളുടെ സൊല്യൂഷൻസും കൂടിയാണ്. അതും ഇതിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.